പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കേണ്ടതിന് നമ്മോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിജു സി ജോൺ ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട്, ശ്രദ്ധയോട്, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മറ്റുള്ള പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. ദൈവനാം അതിലൂടെ മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിജു സി ജോണിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. ദാസിനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പാസ്റ്റർ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? പാസ്റ്റർ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ഛത്തീസ്ഗഡിലെ മാൻപൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വൈഫും 2 ആൺകുഞ്ഞുങ്ങളും ഞങ്ങള് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ കുടുംബത്തിലായിരിക്കുന്നത്. ആമേൻ. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലുള്ള ഓർമ്മകൾ പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അരോമിൽ ടിവിയിൽ കൂടി കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്റർ ഒരുമിച്ച് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഏകദേശം 20 വർഷമായി ഈ വില്ലേജില് കർത്താവിന്റെ വേലയിലുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാനൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എൻ്റെ വീട് മല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി തുരുത്തിക്കാട്ടിലാണ്. പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാന് ദൈവം ഭാഗ്യം തന്നു. അതിന് മുഖാന്തരമായി തീർന്നത് എൻ്റെ ഒരു അയൽവാസിയായിരുന്ന താന്നിക്കല് സാജൻ ചാൻ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഇന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ യേശുവിനെ അറിയുവാനും എൻ്റെ വീടിനടുത്തുള്ള ഒരു ചർച്ച് കോഡിന്റെ ദൈവസഭയിൽ ആരാധനയ്ക്കായി കടന്നു പോകാനും ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കി. അതിനുശേഷം 2002 എനിക്ക് ഭോപ്പാലില് ഇന്ത്യ ഫുൾ ഗോസ്പൽ മിഷന്റെ ഒരു ബൈബിൾ സ്കൂളിൽ 3 വർഷത്തെ ഒരു BTH കോഴ്സ് പഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ഒത്തിരി വഴിത്തിരിവുകളായിരുന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെ യാത്ര ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് എറണാകുളത്തു നിന്നായിരുന്നു ഭോപ്പാലിന് എൻ്റെ ട്രെയിന്. ഞാൻ ദീർഘദൂര സർവീസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ സുവർണജയന്തി, ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, സുവർണജയന്തി എന്ന് പറയുന്ന ഒരു വണ്ടിയായിരുന്നു എനിക്ക് ഭോപ്പാലിന് പോകാൻ എനിക്ക് ലഭിച്ചത്. ഞാൻ കയറിയ ആ കമ്പാർട്ട്മെന്റില് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ എൻ്റെ റിസർവേഷൻ ടിക്കറ്റിനനുസരിച്ച് ഞാൻ എൻ്റെ ബെർത്തിലിരുന്നു. ആ സമയത്ത് വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഞാനിങ്ങനെ ഒരു സാധു കൊച്ചുനുദ്ദേശിയുടെ ഒരു പുസ്തകം ഞാനിങ്ങനെ വായിച്ചുകൊണ്ട് ഫ്രണ്ട് സൈഡിലെ പിക്ചർ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിന്റെ പിക്ചർ ആ ട്രെയിനിലുള്ള യാത്രക്കാരൻ കാണുകയും എന്നോട് വന്ന് വിശേഷങ്ങൾ ചോദിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു. പിന്നീടാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹം ഒരു പെന്തക്കോസ്റ്റ് വിശ്വാസിയായിരുന്നു. ഇന്ത്യൻ ആർമിയില് ഏതോ ഒരു പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആ ട്രെയിനിൽ എനിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം എനിക്ക് ക്രമീകരിച്ചു തന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഭക്ഷണമെല്ലാം എനിക്ക് തന്നു. അദ്ദേഹം പാൻട്രിക്കാരിൽ നിന്ന് മേടിച്ച് കഴിച്ചു. പിന്നെ ഭോപ്പാലിൽ എത്തിയപ്പോൾ എൻ്റെ ബാഗിൽ ലഗേജും ഒക്കെ ഇറക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ക്രമീകരിച്ചു തന്നു. ആ നോർത്ത് ഇന്ത്യയിലുള്ള ആ ഫസ്റ്റ് ജേർണി തന്നെ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം ഓരോ മേഖലകളിലും കർത്താവിന്റെ വലിയ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കുവാനും കർത്താവിനെ കൂടുതൽ സ്നേഹിപ്പാനും എൻ്റെ വിശ്വാസം യേശുവിൽ ഉറയ്ക്കുവാനും കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഞാൻ ഭോപ്പാലില് 3 വർഷം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ, അവിടെ ലാംഗ്വേജിൻ്റെതായുള്ള പ്രോബ്ലം, പിന്നെ
അവിടുത്തെ ക്ലൈമറ്റ് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ശാരീരിക ക്ഷീണങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ അവിടെ എല്ലാ മേഖലകളിലും കർത്താവ് എന്നെ അത്ഭുതകരമായി വഴി നടത്തി. എനിക്ക് ആവശ്യമായിരുന്നു എല്ലാ കാര്യങ്ങളും കർത്താവ് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചു. 2005 എന്റെ ഗ്രാജുവേഷന് ശേഷം ഛത്തീസ്ഗഡില് വില്ലേജ് പ്രവർത്തനത്തിന് വേണ്ടി പോവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനാണ് 2005 മാർച്ച് മാസം 25-ാം തീയതി മാൻപൂരിലേക്ക് വരുവാന് ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചു. മാൻപൂരിനെ പറ്റിയോ മാൻപൂരിന്റെ ആ സാഹചര്യത്തെ പറ്റിയോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാല് അതൊരു നക്സൽ ബെൽറ്റ് ആയിരുന്നു. ഫോറസ്റ്റിന്റെ നടുക്കുള്ള ചെറിയൊരു ട്രൈബൽ വില്ലേജ് ആണ്. ഏകദേശം ഒരു 6000 പോപ്പുലേഷൻ ഉള്ള ഒരു വില്ലേജ് ആണ്. എനിക്ക് നക്സൽ ബെൽറ്റ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ആ വില്ലേജില് വന്നതിന് ശേഷം ഞാനും എൻ്റെ കൂടെ ഒരു ബ്രദറും കൂടാണ്, ഞങ്ങൾ രണ്ടുപേരെയാണ് ഓർഗനൈസേഷൻ ഈ വില്ലേജിലോട്ട് വിട്ടത്. തക്ക സമയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഹയർ സ്റ്റഡിക്ക് പോകേണ്ടതായിട്ടുണ്ട്, ഞാൻ വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തനിച്ചായി. ഓർഗനൈസേഷനിലുള്ള പ്രിയപ്പെട്ടവർ എന്നോട് പറയുകയുണ്ടായി, തനിച്ച് അങ്ങനെയുള്ള വില്ലേജുകളിൽ എങ്ങനെ പോയി താമസിക്കും ബിജു, തിരിച്ചു പോരെ, വേറൊരു ഗുഡ് സഹോദരനെ ലഭിച്ചതിന് ശേഷം പോകാമെന്നുള്ള രീതിയിൽ സംസാരിച്ചു. എന്നാലും ഞാന് പോകുവാൻ വേണ്ടി യാത്ര തിരിച്ചല്ലോ, ടിക്കറ്റ് ഓൾറെഡി എടുത്തല്ലോ, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാന് ഏതായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാന് ഛത്തീസ്ഗഡിന് ഭോപ്പാലിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് ട്രെയിൻ കയറി രാജനന്ദഗാവ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ബസ്സിലാണ് 100 കിലോമീറ്റർ പോണം ഈ മാൻപൂർ എന്ന് പറയുന്ന വില്ലേജിലേക്ക്. ഈ ബസ് ആ സമയങ്ങളിൽ ധാരാളം ബസ്സുകളൊന്നുമില്ല, വളരെ ചുരുങ്ങിയ ബസ്സുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഈ മാൻപൂർ വില്ലേജിൽ എത്തിയതിനു ശേഷം ഞാൻ ഇപ്പോഴായിരിക്കുന്ന ഈ ഡോങ്കരഗാവ് പത്തേരിയില് ഒരു മലയാളി ദേവദാസൻ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാൻപൂരിലേക്ക് കടന്നുപോയി. അവിടെ ഞങ്ങൾക്ക് താമസിക്കുവാനുള്ള ഒരു ക്രമീകരണമാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ട്രൈ ചെയ്തത്. ഞങ്ങൾ പല ഭവനത്തിൽ കയറി ഞങ്ങൾക്കൊരു വീട് ലഭിക്കുന്നതിനെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചു. എന്നാൽ ആ വീട്ടുടമസ്ഥന്മാരൊക്കെയും ഞങ്ങളോട് പറഞ്ഞ ആ ഒരു വാചകം ഇന്നും എനിക്കത് എൻ്റെ ഹൃദയത്തിൽ മായാതെ നിൽക്കുന്നു. ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഉപദേശിമാരായല്ലേ, നിങ്ങള് മതം മാറ്റുന്നവർക്ക് ഞങ്ങള് റൂം തരുവാൻ സാധ്യമല്ല. ഞങ്ങൾ റൂം തന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാകും. അങ്ങനെ ഞങ്ങള് രാവിലെ മുതൽ വൈകിട്ട് സമയം വരെയും ഞങ്ങൾ പല ഭവനങ്ങൾ കയറി അന്വേഷിച്ചു. എന്നാൽ ഞങ്ങൾക്കൊന്നും ക്രമീകരിച്ചില്ല. അതിനുശേഷം ഈ 75 കിലോമീറ്റർ ദൂരെയുള്ള ടൗണിനോട് അടുത്തുള്ള എൻ്റെ ആ സ്നേഹിതനായ ദേവദാസൻ എൻ്റെ ഭവനത്തില് കടന്നു വരികയും ഒരു 3 ദിവസം ഞാൻ വീണ്ടും ഇവിടെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് എനിക്ക് ക്രമീകരണങ്ങൾ ചെയ്തു. ഞങ്ങൾ 3 ദിവസം ഞാൻ തനിച്ച് ഇവിടെ നിന്ന് ഉപവസിച്ച് ദൈവത്തിന് ഹിതമെങ്കിൽ മാൻപൂരിലോട്ട് വിടണം. ആ ഓർഗനൈസേഷൻ പറയുന്നത് ഇപ്പൊ മാൻപൂരിൽ പോകണ്ട, അവിടുത്തെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഒരു വാഞ്ച ഉണ്ടായിരുന്നു, ഒരു ഹൃദയത്തിൽ ഒരു ഡിസയർ ഉണ്ടായിരുന്നു, പോണം, അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന കാര്യങ്ങളൊന്നും അനുകൂലമല്ലായിരുന്നു. എന്നെ ഈ വീഡിയോയ്ക്ക് കേൾക്കുന്ന ആരെങ്കിലും പ്രിയ ദൈവമക്കളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇന്നും സംസാരിക്കും. സാഹചര്യങ്ങൾ ഒരു പക്ഷേ അനുകൂലമല്ലായിരിക്കും, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തില് ദൈവമക്കളോട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിരിക്കും. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, എന്നാൽ സാഹചര്യങ്ങളൊന്നും എനിക്ക് അനുകൂലമല്ലായിരുന്നു. ഞാനൊരു 3 ദിവസം ഉപവസിച്ചതിന് ശേഷവും സാഹചര്യങ്ങളൊന്നും അനുകൂലമായിട്ട് വന്നില്ല. സാഹചര്യമൊന്നും അനുകൂലമല്ല, പക്ഷെ ഹൃദയത്തിൽ എനിക്ക് പ്രേരണ ഉണ്ടായിരുന്നു, മാൻപൂരിൽ പോകാൻ പറ്റും, മാൻപൂരിൽ പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ ഈ 3 ദിവസം ഉപവസിച്ചിട്ടും സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് എൻ്റെ പുറമേ ഉള്ള ആ ഒരു സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും ഭോപ്പാലിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി എൻ്റെ ബാഗൊക്കെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം പാക്ക് ചെയ്തു. രാവിലെ ഒരു ബസ് കയറി ഇവിടുന്ന് രാജനന്ദഗാവിനും ഡോങ്കരഗാവിൽ നിന്ന് രാജനന്ദഗാവിൽ പോയി രാജനന്ദഗാവിൽ ട്രെയിനില് ഭോപ്പാലിൽ പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഭോപ്പാലിൽ പോകാൻ വേണ്ടി ഞാൻ ഡ്രസ് ചെയ്ത് ഇങ്ങനെ ആ ഭവനത്തിലായിരിക്കുമ്പോൾ ഒരു മാൻപൂരിലെ ഒരു സഹോദരൻ ഇവിടെ അടുത്ത് വന്നു. അദ്ദേഹം എന്നോട് വന്ന് ചോദിച്ചു, മാൻപൂരിൽ പോകാൻ താല്പര്യമാണോ?
താമസിക്കാനുള്ള സഹോദരന്റെ ക്രമീകരണം ഞാൻ ഒരുക്കാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്കൊരു ദൈവദൂതൻ സംസാരിക്കുന്ന പോലെ തോന്നി. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാന് ഓക്കെ, ഞാൻ റെഡിയാ. അപ്പം എന്റെ കൂടെയുള്ള ആ ദേവദാസൻ ഇങ്ങനെ, നമ്മൾ അറിയാൻ വയ്യാത്ത ആളാണ്, എങ്ങനെ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് പോകുന്നതൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞല്ല. എന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ദൈവം എന്നെ സഹായിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ മാൻപൂരിലേക്ക് യാത്ര തിരിച്ചു. അതിനുശേഷമാണ് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. മാൻപൂരിലെ പോലീസ് സ്റ്റേഷനില് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു അദ്ദേഹം. ഒരു ട്രൈബൽ എസ് ടി ആയിരുന്നു. ഞങ്ങള് രാത്രി സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം മോർണിംഗില് ടി സാറുമായിട്ട് എന്നെ പരിചയപ്പെടുത്തി സംസാരിച്ചു. എന്റെ കൂടെ ഈ സ്റ്റേഷനില് ഈ പാഷാണ്, കേരളത്തിൽ നിന്ന് വന്നതാണ്, ഇവിടെ താമസിക്കുമെന്ന് അദ്ദേഹം പരിചയപ്പെടുത്തു. അപ്പൊ ടി സാറ് ഇങ്ങനെ പറയുകയുണ്ടായി, ഇത് പാഷ ഇവിടെ താമസിക്കുന്ന എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല, പാസ്റ്ററിന് താല്പര്യമാണെങ്കിൽ താമസിച്ചോട്ടെ. ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ആ വില്ലേജില് ആരും ഞങ്ങൾക്ക് റൂം തരാതെ ഇരുന്നപ്പോൾ 7 മാസത്തോളം ആ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് പ്രവർത്തിച്ച് കർത്താവിന്റെ വേല അവിടെ ആരംഭിക്കാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. അതിനുശേഷം ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിന്നുകൊണ്ട് വില്ലേജുകളിലൊക്കെ പോകാനും അനേകം പരിചയങ്ങൾ ഉണ്ടാകുവാനും ഒരു പുതിയൊരു വേല അവിടെ തുടങ്ങുവാൻ കർത്താവ് വളരെ ചുരുങ്ങിയ ആൾക്കാരുമായിട്ടൊരു ഒരു ഭവനത്തില് ചെറിയൊരു കൂട്ടായ്മ ആരംഭിപ്പാൻ ദൈവം എന്നെ ഇടയാക്കി. അത് 2005 മാർച്ച് മാസമായിരുന്നു. നല്ല സമ്മറിന്റെ നല്ല ചൂടുള്ള സമയമായിരുന്നു. ഞങ്ങള് മാൻപൂരിൽ എത്തുമ്പോൾ അവിടെ അങ്ങനെ ആ ഒരു വേല സ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം അവിടുന്ന് സാഹചര്യങ്ങൾ ഒരുക്കി. അതിനുശേഷം എനിക്ക് വില്ലേജിൽ തന്നെ ഒരു സ്കൂളില് പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ രാവിലെ 10 തൊട്ട് 1 മണി വരെ ആ സ്കൂളിൽ ചെന്ന് പഠിപ്പിച്ചു. ആ സ്കൂളിലെ കോണ്ടാക്ട് ഒക്കെ എനിക്കത് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ആ മാതാപിതാക്കളൊക്കെ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അന്ന് ഞാൻ പഠിപ്പിച്ച അനേക കുഞ്ഞുങ്ങൾ ഇന്ന് നല്ല നിലയിലെത്തുവാനൊക്കെ ഡോക്ടറായിട്ടും വക്കീലായിട്ടും എയർഫോഴ്സിലൊക്കെ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളായി മാറുവാൻ കർത്താവ് സാഹചര്യങ്ങൾ ഒരുക്കി. എനിക്ക് ദൈവവചനം കേൾക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, ദൈവം നമ്മളിലൂടെ നല്ല പ്രവൃത്തി ആരംഭിച്ചുവെങ്കിൽ തീർച്ചയായും നമ്മള് ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്ന പോലെ ആ പ്രവൃത്തി ദൈവം തികയ്ക്കാൻ വിശ്വസ്തനാണ്. നമുക്കൊന്നും യാതൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ ലാംഗ്വേജ് സപ്പോർട്ടോ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എന്നാല് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ദൈവമുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും കണ്ട് ഭയപ്പെടുകയില്ല ദാവീദ് പറഞ്ഞതിന്റെ കൂടെ. നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആരുമില്ല. ആ വില്ലേജില് ഞാൻ ഇങ്ങനെ തനിച്ച് നമുക്ക് ആരുമില്ല. നല്ല ചെറിയൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ കർത്താവ് മുഖാന്തരം ഒരുക്കി. അതിനുശേഷം ആ വില്ലേജിൽ തന്നെ അനേക ദീർഘവർഷങ്ങളായി സബ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അദ്ദേഹം തനിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ദാനിയേൽ എന്നാണ്. അദ്ദേഹം കൊല്ലംകാരനാണ്. അദ്ദേഹം തനിച്ചായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്ന. ഞാൻ അദ്ദേഹത്തെ 1-2 പ്രാവശ്യം ഇങ്ങനെ വിസിറ്റ് ചെയ്തു. ഞാനിങ്ങനെ പാർഷാണെന്നും പോലീസ് സ്റ്റേഷനാണ് താമസിക്കുന്നതെന്നും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും എനിക്ക് റൂം ലഭിക്കുവാണെങ്കിൽ പറയണമെന്നുള്ള വിചാരത്തിൽ അദ്ദേഹം യാക്കോബ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു അങ്കിൾ ആയിരുന്നു. അദ്ദേഹത്തോട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും ലഭിക്കുവാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഇങ്ങനെ അയച്ചു. അങ്ങനെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും ക്രമീകരണം ആയില്ല, റൂം ഒന്നും ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി. എന്നാല് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം ഒരു സിവിയർ ആയിട്ടുള്ള ഒരു അസുഖം അദ്ദേഹത്തെ ബാധിച്ചു. അദ്ദേഹം തനിച്ചായിരുന്നു. ആ അസുഖം ആയപ്പോൾ അദ്ദേഹം എന്നോട് തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി, പാസ്റ്റർ എന്തിനാ സ്റ്റേഷനിൽ താമസിക്കുന്നത്, എന്റെ കൂടെ ഇവിടെ വന്ന് താമസിക്കാമല്ലോ. അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി. ദൈവനാമ മഹത്വത്തിനായി പറയട്ടെ, എനിക്ക് ആ ഭവനത്തിലെ ഏകദേശം 18 വർഷത്തോളം ആ ഭവനത്തിൽ ഞാൻ സ്റ്റേഷനിൽ നിന്ന് എന്റെ സാധനങ്ങളും അല്പമായ സാധനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഈ ദാനിയേൽ സാറിന്റെ വീട്ടിലുണ്ട് 18 വർഷത്തോളം താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല പഴയതിലും ശക്തമായിട്ട് ചെയ്യുവാൻ
കർത്താവ് എന്നെ സഹായിച്ചു. പുതിയ പുതിയ ആൾക്കാരൊക്കെ കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ട ദേവദാസ ദാനിയേൽ സാർ ഇങ്ങനെ പറയുകയുണ്ടായി, പാസ്റ്റർ താല്പര്യമെങ്കിൽ ഞങ്ങൾക്കൊരു സ്റ്റോറുണ്ട്, ആ സ്റ്റോറിൽ ദൈവാരാധന നടത്തിക്കോ, എനിക്ക് അതിനകത്ത് വിഷയങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ദാനിയേൽ സാറ് ഒരു സ്റ്റോർ, അവരുടെ മുറ്റത്തുള്ള ഒരു റൂം ഞങ്ങൾക്ക് ചർച്ച് ആരാധിക്കുവാനായിട്ട് തന്നു. എന്നാൽ കർത്താവ് പുതിയ പുതിയ ആത്മാക്കളെ വീണ്ടും തന്നുകൊണ്ടിരുന്നു. ആ സ്റ്റോറൊക്കെ നിറഞ്ഞപ്പോൾ ദാനിയേൽ സാർ യാക്കോബക്കാരനാണ്, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുണ്ടായി, എന്റെ മുറ്റത്ത് ഒരു ഷെഡ് ക്രമീകരിച്ചോ, എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ദാനിയേൽ സാറിന്റെ വീടിന്റെ മുറ്റത്ത് ഏതാണ്ട് 14-15 വർഷത്തോളം ഞങ്ങൾക്ക് ആ ഒരു മുറ്റത്ത് ഒരു പോളിത്തീൻ കൊണ്ട് റൂഫ് ഉണ്ടാക്കി, അങ്ങനെ വിശ്വാസികളൊക്കെ സാരിയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ സൈഡൊക്കെ മറച്ച് ഒരു ജോപ്പടി പോണക്കുള്ള ആ ഒരു സ്ഥലത്ത് അനേക വർഷങ്ങള് ഞങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ക്രമീകരണങ്ങൾ ചെയ്തു. എനിക്ക് ഇന്നും വിശ്വാസത്തില് നമ്മള് മുൻപോട്ട് കാൽച്ചുവടുകളെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ സാധിക്കും. അദ്ദേഹം ഒരു യാക്കോബ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനാണ്. അദ്ദേഹമായിട്ട് യാതൊരു റിലേഷനോ ഒന്നുമില്ല. ആദ്യമായിട്ട് അദ്ദേഹത്തെ കണ്ടു. എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു മകനും ഒരു അപ്പനുമായിട്ടുള്ള ബന്ധം പോലെ ഞങ്ങൾ അനേക വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആയിരിക്കാൻ കർത്താവ് ക്രമീകരണം ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു മകനും പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹം ഈ നക്സൽ ബെൽറ്റ് കാരണം വില്ലേജിലേക്ക് വരുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. വല്ലപ്പോഴും ഒക്കെ വരുത്തുള്ളൂ. എന്നാൽ ഞങ്ങളൊരു കുടുംബമായിട്ട് അവിടെ താമസിച്ചു. 2007 എന്റെ വിവാഹം നടന്നു. വിവാഹത്തിന് വേണ്ടി ഞാൻ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ പല ദൈവമക്കളൊക്കെ പറയുകയുണ്ടായി, ആദിവാസികളുടെ ഇടയിൽ വനത്തിന്റെ നടുക്ക് കേരളത്തിൽ നിന്ന് അങ്ങനെ പോയി താമസിക്കാനോ പ്രവർത്തിപ്പാനോ ഉള്ള ആരും ലഭിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പലരും പറയുകയുണ്ടായി. എന്നാൽ ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നു, കോട്ടയം ജില്ലയിൽ 14 മൈലില് ഒരു റിട്ടയർഡ് കളക്ടറിന്റെ മകളെ വിവാഹം കഴിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. അവരുടെ ഫാമിലിയൊക്കെ എല്ലാം ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. എന്നാൽ അങ്ങനെ ഒരു ഫാമിലിയില് ഞങ്ങളുമായിട്ട് ഉള്ള ഒരു വിവാഹ റിലേഷൻ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യമല്ല മാനുഷികമായി നോക്കിയാല്. എന്നാൽ എന്റെ ഫാദർ കൃഷിപ്പണിയും അങ്ങനെ കൂലിപ്പണിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്റെ മാതാവ് ഹൗസ് വൈഫാണ്. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളായിരുന്നു. എന്റെ പിതാവും എന്റെ മൂത്ത സഹോദരനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്റെ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. ആന്ധ്രയില് മിനിസ്റ്ററുള്ള ബന്ധത്തില് കരിനഗർ ഡിസ്ട്രിക്റ്റില്, തെലങ്കാന സ്റ്റേറ്റിൽ കരിനഗർ ഡിസ്ട്രിക്റ്റില് കുരുട്ടളി എന്ന് പറയുന്ന ഒരു വില്ലേജില് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു എന്റെ സിസ്റ്റർ. അവര് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. മാതാവ് എന്റെ കൂടെയും താമസിക്കാറുണ്ട്, എന്റെ സിസ്റ്ററിന്റെ അടുത്തും പോകാറുണ്ട്. റീസെന്റ് എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ നാട്ടിൽ പോയിരിക്കുന്നു. ദൈവഹിതമെങ്കിൽ മാതാവും കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പറയുവാനുള്ളത്, ഈ വില്ലേജിലോ ആരും അറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്തായിരുന്നിട്ട് പോലും സ്വർഗത്തിലെ ദൈവം എല്ലാ കാര്യങ്ങളിലും ആ തക്ക സമയത്ത് കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു. ഞങ്ങളുടെ വിവാഹം 2007 ഫെബ്രുവരി 1-ാം തീയതി ആയിരുന്നു. വിവാഹത്തിന് ശേഷം ഞങ്ങള് 8-ാം തീയതി ഈ മാൻപൂരിലേക്ക് ദാനിയേൽ സാറിന്റെ ഭവനത്തിലേക്കാണ് ഞങ്ങള് കടന്നു വന്നത്. ആ ഭവനത്തില് ഞങ്ങൾക്ക് അനേക വർഷങ്ങൾ ആ ഭവനത്തില് താമസിപ്പാൻ ദൈവം ക്രമീകരണങ്ങൾ ചെയ്തു. അവിടെയാണ് എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ വളർത്തിയത്. 2011 വില്ലേജിൽ തന്നെ ചർച്ചിന് വേണ്ടി സ്ഥലം മേടിപ്പാൻ കർത്താവ് ക്രമീകരണങ്ങൾ ചെയ്തു. ഓർഗനൈസേഷനിൽ നിന്ന് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. സ്ഥലം മേടിച്ചു. ആ സ്ഥലം ഞങ്ങള് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിശ്വാസികൾ എല്ലാവരും കൂടെ ചെന്ന് ആ സ്ഥലം ക്ലീൻ ചെയ്തു. 2-ാമത്തെ ദിവസവും ആ സ്ഥലം ക്ലീൻ ചെയ്യാൻ പോയി. 3-ാമത്തെ ദിവസം ഞങ്ങള് ഒരു ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടി വനത്താൽ ചുറ്റപ്പെട്ട വില്ലേജ് ആയതുകൊണ്ട്
മരങ്ങളൊക്കെ സുലഭമാണ്. ഞങ്ങൾ മരം വെട്ടി തൂണ്, ഞങ്ങൾ ഒരു ഷെഡിന് വേണ്ടി തൂണ് നാട്ടി. അന്നേരമാണ് ഫോറസ്റ്റിൽ നിന്ന് കുറച്ച് ഗാർഡും അവിടുത്തെ റേഞ്ചറും എല്ലാം കൂടെ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഇത് ഫോറസ്റ്റ് സ്ഥലമാണ്, റവന്യൂ ഓൾറെഡി ഈ സ്ഥലം ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ കരമടച്ച് രജിസ്റ്റർ ചെയ്ത് റെഡ് എല്ലാം ക്ലിയർ ആണ്. ഞങ്ങളുടെ റവന്യൂ തഹസിൽദാർ വന്ന്, പട്ടുവാരി വന്ന്, വില്ലേജ് ഓഫീസർ വന്ന് എല്ലാം ഞങ്ങളുടെ ബൗണ്ടറി ഒരു മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നീടാണ് ഞങ്ങൾ ഈ ഫയലുകളൊക്കെ ക്രമീകരിച്ച് ഫയലുകളൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലാകുവാൻ സാധിച്ചത് സെയിം ലാൻഡ് ആണ് കസ്ര 25 ബട്ട 14 എന്ന് പറയുന്ന സർവേ നമ്പർ 25/14 എന്ന് പറയുന്ന സ്ഥലം 2 ഡിപ്പാർട്ട്മെന്റിലും ഷോ ചെയ്തിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. ഇതൊരു ഡിസ്പ്യൂട്ട് ആയി മാറി. അപ്പൊ ആ റേഞ്ചർ തന്നെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഇത് ക്ലിയർ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കോർട്ടിൽ തന്നെ കൊടുക്കുക, കോർട്ട് ക്ലിയർ ചെയ്തിട്ട്. ഞങ്ങളിത് ഏകദേശം 9 വർഷം ചൗക്കി സെക്ഷൻ കോർട്ടില് ഞങ്ങളുടെ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടന്നു. ആരും ഈ സ്ഥലവുമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും പേശിക്ക് അവിടെ ഹാജരാകും. പിന്നീട് കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് ഓഫീസർ അവരുടെ റെക്കോർഡ് ചെയ്യും, തഹസിലിലെ റെക്കോർഡ് ഞങ്ങളുടെ ഭാഗത്തുണ്ട്, അത് ഞങ്ങൾ കാണിക്കും. ഒടുവില് ഈ മജിസ്ട്രേറ്റ് 8 വർഷം കഴിഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് എഴുതി, ഈ സ്ഥലം ഡീനോട്ടിഫിക്കേഷൻ ചെയ്യണം, ഈ സ്ഥലം റീസർവേ ചെയ്യണം, റീസർവേ ചെയ്തതിന് ശേഷം ഈ സ്ഥലം ഫൈനൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കോർട്ടിലെ കേസ് ഇദ്ദേഹം വിഡ്രോൾ ചെയ്ത് തന്നു. റേഞ്ചറും ഡീനോട്ടിഫിക്കേഷൻ റീസർവേ ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല. ഈ സ്ഥലം ഇങ്ങനെ ഇവിടെ കിടന്ന് ഞങ്ങൾ കളക്ടറിനും അതുപോലെ തന്നെ കമ്മീഷണറും ഫോറസ്റ്ററിനും ഒക്കെ കൺസർവേറ്ററിനും ഒക്കെ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്നു. ആരും ചെയ്യുവാൻ മുന്നോട്ട് വന്നില്ല. ഈ സ്ഥലത്തിന്റെ കേസും ഞങ്ങളുടെ സമയങ്ങളും എല്ലാം ഇങ്ങനെ വെറുതെ ആയിപ്പോയി. എന്നാല് അനേക ദൈവമക്കള് ഈ സ്ഥലത്തിന് വേണ്ടി, സ്ഥലം തിരിച്ചു ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങള് കാശ് കൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത ലാൻഡ് ആയിരുന്നു. റവന്യൂവിന്റെ നക്സ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. പക്ഷെ ഈ ലാൻഡ് ഫോറസ്റ്റ് റെക്കോർഡിൽ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ ആഗ്രഹിക്കുന്നു, 2019 പുതിയൊരു കലക്ടർ രാജാന്ത ഡിസ്ട്രിക്റ്റിൽ വന്നപ്പോൾ സിദ്ധാർത്ഥ് കോമൽ സിംഗ് പരദേശി എന്ന് പറയുന്ന ഒരു IAS ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ടേബിൾ എങ്ങനെയോ ഈ ഫയൽ എത്തി. അദ്ദേഹം ഈ മാൻപൂരിലെ റേഞ്ചറിനോട് ഇങ്ങനെ ലെറ്റർ ഇങ്ങനെ എഴുതുകയുണ്ടായി, ഈ സ്ഥലം മേടിച്ച സ്ഥലമാണ്, ഇത് റീസർവേ ചെയ്ത് ഇത് മേടിച്ച ആൾക്ക് ഈ സ്ഥലം തിരിച്ചു കൊടുക്കണമെന്ന് അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥനകളൊന്നും ഒരിക്കലും വൃഥാവായി പോകത്തില്ല. ഇന്നല്ലേ നാളെ അല്പം കാര്യങ്ങൾക്കൊക്കെ അല്പം ദേരി ചില കാര്യങ്ങളൊക്കെ താമസിക്കുമായിരിക്കും. എന്നാല് താമസിക്കുന്നതും അത് നല്ലതിനാക്കി തീർക്കാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മളെങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആ ലാൻഡ് ഞങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ സ്വർഗത്തിലെ ഇടയാക്കി. അവിടെ നല്ലൊരു ഹാളിനോട് ബന്ധപ്പെട്ട് താമസിക്കാനുള്ള ക്രമങ്ങളൊക്കെ സ്വർഗത്തിലെ ദൈവം, ഞങ്ങള് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും ഞങ്ങള് ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങളെ അവര് പരസ്പരം കണ്ടിട്ടില്ല. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെയും ഞങ്ങൾക്ക് ഈ ആലയം പണിയുവാൻ, ഈ താമസത്തെ ഞങ്ങൾ ക്രമീകരിപ്പാൻ, ഞങ്ങൾ വീടിനോട് ചേർന്ന് തന്നെയാണ് ഒരു 30/14 ഒരു ഹാള് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 70-80 പേരോളം ആ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവിടെ ക്രമീകരണങ്ങൾ ചെയ്യുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കി. അങ്ങനെ ജീവിതത്തിലെ ഒത്തിരി അനുഭവങ്ങൾ കൂടി പോവാന് ദൈവം എന്നെ ഇടയാക്കി. എന്റെ വിശ്വാസികളായിരിക്കുന്ന ചർച്ചിൽ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന 2 സഹോദരന്മാരെ നക്സലൈറ്റുകാര് വെടിവെച്ചു കൊന്നു. അവര് നക്സലൈറ്റുകാർ വെടിവെച്ചു കൊന്നത് ചർച്ച വന്നതുകൊണ്ടല്ല, അവരുമായിട്ട് എന്തോ പോലീസുകാരുമായിട്ടുള്ള കോണ്ടാക്ട് ഉള്ളത് കൊണ്ടാണ്. 2019 മഹേഷ് കച്ചിലാമി എന്ന് പറയുന്ന നമ്മുടെ ചർച്ചിലൊക്കെ ഒത്തിരി ബൈബിൾ സ്കൂളിലൊക്കെ പോയ ഒരു ദേവദാസനായിരുന്നു. അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. അതിനുശേഷം
അതിനു മുമ്പ് ദേവ് എന്ന് പറയുന്ന എന്റെ ഒരു ചർച്ച വന്നുകൊണ്ടിരുന്ന സഹോദരൻ അദ്ദേഹത്തെ കൊന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആയിരുന്നിട്ട് പോലും ഞങ്ങളെ ദൈവം അത്ഭുതകരമായ ആ വില്ലേജിലെ ഈ നിമിഷം വരെയും കർത്താവ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങൾ, എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ ഒരു വലിയ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷമായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എന്റെ തുടക്ക സമയത്ത് ഞാനൊരു ഓർഡറായിട്ടല്ല പറയുന്നത്, എന്റെ മനസ്സിൽ കയറി വരുന്ന ഓർമ്മകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 2005 ഞാൻ ചർച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് മുൻപ് എനിക്ക് വേറെ കോണ്ടാക്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ രാത്രി ഉറങ്ങിയതിനു ശേഷം പകല് ഞാന് ഫ്രഷ് ആയിട്ട് ഞാൻ ഒരു ചെറിയൊരു ബൈബിളും ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പാണ് ഞാൻ ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. എനിക്ക് വനത്തിന്റെ ഉൾഭാഗത്തോട്ട് കയറാൻ പേടിയാണ്. എനിക്ക് എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുണ്ടായി, എനിക്കൊരു 2-3 പ്ലാസ്റ്റിക് സിഗ്നൽ ചാക്ക് വേണമെന്ന്. അപ്പം ഈ ലേബേഴ്സ് വിചാരിച്ച് ഞാൻ പോലീസ് സ്റ്റാഫ് ആയിരിക്കും, അവര് പെട്ടെന്ന് കയ്യിൽ 3-4 ചാക്ക് എനിക്ക് കൊണ്ട് തന്നു. ഞാനത് സൂചിയും നൂലും മേടിച്ചത് തയ്ച്ച്, അതാണ് എനിക്ക് ഇരിക്കാൻ ആദ്യമായിട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഈ വനത്തിന്റെ സൈഡിൽ പോയി അതിലിരുന്നിട്ട് ഞാൻ ബൈബിൾ ഇങ്ങനെ മലയാളം ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ആ വനത്തിൽ വിറകെടുക്കാനും വനത്തിലെ കായ്ഫലങ്ങളൊക്കെ പറിക്കാനും തേനെടുക്കാനും ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ തീറ്റാനും ഒക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പരസ്പരം പറയുന്നതായിട്ട് ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടുന്ന് ഒരു ഭ്രാന്തനായ ഒരു യുവാവ് ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് എന്തോ വായിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തൊന്നും പോവല്ലോ, ഉപദ്രവിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായി. എന്നാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, അന്ന് എന്നെ ഭ്രാന്തൻ വിശ്വാസികളായി അവരെ ആത്മാവിനും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരു മുഖാന്തരമൊക്കെ കർത്താവ് ഒരുക്കി. ഇന്നെ ഭ്രാന്തനൊന്നും ആരും വിളിക്കുന്നില്ല. എന്നാൽ ഈ ലോകം നമ്മളെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ശ്രേഷ്ഠന്മാരായി തന്നെ കർത്താവ് ഇന്നുവരെയും വഴി നടത്തുന്നു. അതിനുശേഷം എന്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവം ഉണ്ടായത്, ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ നിന്നൊരു വർക്കേഴ്സ് മീറ്റിംഗ്, പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് 80 കിലോമീറ്റർ മാറി ഒരു സ്ഥലത്തായിരുന്നു. എന്റെ കയ്യില് അന്ന് 80 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള ബസ് ചാർജ് എന്റെ ഇല്ലായിരുന്നു. അപ്പൊ രാത്രിയില് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും, എങ്ങനെ ഈ മീറ്റിംഗിൽ പോയി പങ്കെടുക്കുമെന്നുള്ള, ഞാൻ ആരോടും അങ്ങനെ കടം മേടിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ എന്റെ മനസ്സില് ഞാൻ വിചാരിച്ചു എങ്ങനെ പോകും. അപ്പൊ മാൻപൂരിന് റായ്പൂരിന് ഏർലി മോർണിംഗില് 6 മണിക്ക് 5:30 ആകുമ്പോൾ ഒരു കാൻഗർ ബസ് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് പകുതി ദൂരം പോകാനുള്ള 30 രൂപ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചു 30 രൂപ കൊടുത്ത് എവിടെ വരെ പോകാൻ പറ്റും അവിടെ വരെ പോയിട്ട് തുടർന്നുള്ളത് ഞാൻ നടന്ന് ഈ പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്നുള്ള പ്രോഗ്രാം എന്റെ സെൽഫായിട്ട് ഞാൻ ചിന്തിച്ച് ക്രമീകരിച്ച് ഇങ്ങനെ ഞാൻ കിടന്ന് രാത്രി ഒരു 10-10:30 ആയപ്പോൾ ഞാൻ ആയിരിക്കുന്ന ആ ദർവാജയില് ഇങ്ങനെ ഒരു ശബ്ദം കഥവിന് ഇങ്ങനെ കൊട്ടുകയുണ്ടായി. അപ്പം ഞാൻ ഈ പോകുന്ന പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുന്ന ആ വില്ലേജില് ആയിരിക്കുന്ന ഒരു ബ്രദറാണ്. അദ്ദേഹം ഇങ്ങനെ വന്ന് പറയുണ്ടായി, പാസ്റ്റർ ഇങ്ങനെ പോകുന്നുണ്ടെന്നെങ്കിൽ ഞാൻ അറിഞ്ഞു, നാളെ മീറ്റിങ്ങിന് എന്റെ വീട്ടില് ഒരു 1000 റുപ്പീസ് എന്റെ വീട്ടിൽ കൊടുത്തേക്കണം, ഇത് പാസ്റ്ററിന് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 റുപ്പീസ് അദ്ദേഹം എന്റെ തന്നു. ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് നാളെ രാവിലത്തേക്കിന് പോകുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മളിങ്ങനെ ചിന്തിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും. എന്നാൽ നമ്മുടെ ചെറിയ ആവശ്യങ്ങൾ പോലും സ്വർഗത്തിലെ ദൈവം അറിയുന്നവനാണ്. എലിയാവിന് കാക്കയാൽ 2 നേരം പോറ്റി പുലർത്ത് ദൈവം ഇന്നും ദൈവമക്കള് നമ്മൾ മുന്നോട്ട് നമ്മൾ ഇറങ്ങുന്നുവെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കർത്താവ് ക്രമീകരിപ്പാൻ എന്നും ദൈവം വിശ്വസ്തനാണ്. എന്റെ കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് മാറ്റി തന്നു. പിന്നീട് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇന്നുവരെയും കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തുന്നു. അതിനുശേഷം
എനിക്ക് പറയുവാന് ഞാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിരുന്നു. ഞാനിവിടെ വന്ന ആ വില്ലേജ് വന്ന സമയത്ത് യാതൊരു ഡെവലപ്മെന്റും ഇല്ല. ഒരു ഗ്യാസ് സിലിണ്ടർ എടുക്കണമെങ്കിൽ 100 കിലോമീറ്റർ വൺ സൈഡ് എനിക്ക് പോകണമായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങള് ഗ്യാസ് സിലിണ്ടർ എടുക്കാം 200 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും 200 കിലോമീറ്റർ ദൂരം പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗ്രാമത്തിലെ പഠിത്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ രീതിയിൽ കിട്ടുന്നില്ലെന്നുള്ള പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സ്റ്റാർട്ട് ചെയ്യുവാനും സർക്കാരിന്റെ ഒരു നിയമം ഉണ്ടായി. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് കർത്താവ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ച ആ വില്ലേജിൽ ഒരു ഗവൺമെന്റിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സ്റ്റാർട്ട് ചെയ്യുവാനും ആ സ്കൂളിൽ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനും ഒക്കെ കർത്താവ് മുഖാന്തങ്ങൾ ഒരുക്കി. അങ്ങനെ ഓരോ വിഷയങ്ങളിൽ മേലും കർത്താവ് അത്ഭുതമായി ഈ നിമിഷം വരെയും കർത്താവ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഞാനിവിടെ വന്നപ്പോ ഭാഷയുടേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവിന്റെ വേലയ്ക്ക് ഭാഷയോ സാമ്പത്തികമോ ഒന്നും അല്ല തടസ്സമായിരിക്കുന്നത്. നമുക്കൊരു സമർപ്പണം ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ നമുക്കൊരു താല്പര്യവും ആ കർത്താവിന്റെ ആ കരുതലും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഭാഷ ഒരു വിഷയമല്ല, സാമ്പത്തികം ഒരു വിഷയമല്ല. നമ്മൾ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് തന്നെ ക്രമീകരിക്കും. നമ്മൾ എപ്പോഴും വായിക്കുമല്ലോ, പരമേശ്വർ രാജ്യം और उसका धार्मिकता का खोज करें. ആദ്യം ദൈവത്തിന്റെ രാജ്യവും അന്വേഷിക്കുക, അതോടുകൂടി നമുക്ക് ഇതെല്ലാം ലഭിക്കുമെന്ന്. ആ വചനങ്ങളൊക്കെ എത്ര അർത്ഥവത്തായി എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായാലും മാരേജിന്റെ വിഷയമാണെങ്കിലും, അന്ന് മാരേജിന് കടന്നു പോകുമ്പോഴൊന്നും സാമ്പത്തികമായിട്ട് കയ്യിലൊന്നുമില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം ക്രമീകരിച്ചു. എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന അപ്പുറമായി കർത്താവ് ചെയ്തു തന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത്, എന്റെ ചർച്ചിൽ കടന്നു വരുന്ന കുറച്ച് പ്രിയപ്പെട്ടവരെ അവരെ വില്ലേജുകാര് വില്ലേജ് നാലകെ സെപ്പറേറ്റ് ചെയ്തു. വാർദ്ധക്യത്തിലായിരിക്കുന്ന 3 മാതാവാണ്. അവരുടെ വീടും അവരുടെ സ്ഥലങ്ങളും ഒക്കെ അവരുടെ റിലേറ്റീവും ഒക്കെ എടുത്തിട്ട്, നിങ്ങൾ ചർച്ചിൽ പോകുന്നവരാണ്, നിങ്ങൾ ചർച്ചിൽ തന്നെ പോയി താമസിച്ചു എന്ന് പറഞ്ഞ അവരെ അവിടുത്തെ ഗോത്ര തലവന്മാരും അവരുടെ റിലേറ്റീവുമായിട്ടൊക്കെ അവരെ അലവ് ചെയ്തു. എന്നാ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ സാധിക്കുന്നു, ഇന്ന് എന്റെ കൂടെ 4 വർഷത്തോളമായ ആ 3 മാതാവും അവരെന്റെ കൂടെ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പസിൽ തന്നെ അവർ താമസിക്കുന്നു. അവർ മരണം വരെയും ഞങ്ങളുടെ കൂടെ താമസിക്കുമെന്ന ആ ഒരു തീരുമാനത്തില്. എന്നാലും അവര് ദൈവത്തെ, യേശുവിനെ വിട്ട് ഞങ്ങൾ ഒരു കാര്യവും ചെയ്യയില്ല. ഞങ്ങള് മരണം വരെയും ഈ ക്യാമ്പസിൽ താമസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവരൊരു തീരുമാനമെടുത്ത് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. എനിക്ക് പറയുവാന് എന്റെ ഈ 20 വർഷത്തോളമായി ഞാൻ ആ വില്ലേജിലായി 20 വർഷത്തെ ആ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരാരും ലജ്ജിച്ചു പോകും. നമ്മൾ സ്ട്രെയിറ്റ് ആണോ, നമ്മുടെ കാര്യങ്ങള് ദൈവസന്നിധി ക്ലിയർ ആണോ, ദൈവം വഴികൾ തുറക്കും. അത് ലാൻഡ് ഡിസ്പ്യൂട്ട് ഒന്ന് ക്ലിയർ ആകാന് ഒരിക്കലും ക്ലിയർ ആകുന്ന ഒരു പോസിബിലിറ്റി ഇല്ലാത്ത മനുഷ്യനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ലാൻഡ് ഒന്ന് ക്ലിയർ ആകാൻ ഒരിക്കലും 2 ഡിപ്പാർട്ട്മെന്റിലും, അത് സെൻട്രൽ ഗവൺമെന്റ് റിസർവ് ഫോറസ്റ്റിന്റെ അഭിലേഖയാണ്. റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലെ പ്രസിഡന്റിനൊക്കെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനൊന്നും റിസർവ് ഫോറസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അസാധ്യങ്ങളെ കർത്താവ് സാധ്യമാക്കും. ഞങ്ങൾക്ക് ആ ലാൻഡ് ഒക്കെ ക്ലിയർ ആയി ലഭിക്കാൻ ദൈവം അവിടുന്ന് ഇടയാക്കി. അതിനുശേഷം അവിടെയുള്ള പ്രവർത്തനങ്ങള് ശക്തിപ്പെടും. പുതിയ അനേക കുഞ്ഞുങ്ങള് കടന്നു വരുവാൻ ജവാനായിട്ടുള്ള യങ്ങായിട്ടുള്ള അനേക കുഞ്ഞുങ്ങള് അവര് ഗ്രാമത്തിലൊന്നും വിദ്യാഭ്യാസത്തിലൊന്നും ആരും പ്രാധാന്യം കൊടുക്കത്തില്ല. എന്നാല് എന്റെ ചർച്ച വരുന്ന അനേകര് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ചെയ്ത് അവർക്ക് നല്ലൊരു ലൈഫ്, അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വാല്യൂ മനസ്സിലാകുവാനും അവര് യേശുവിനെ സേവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങള് 10th ഫെയിലായ, ഞാനും പ്രീ ഡിഗ്രി ഫെയിലാണ്. എനിക്കും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ വീട്ടിലെ സാഹചര്യം അങ്ങനെയാണ് ആയിരുന്നു. എന്നാല്
ഈ ഞാൻ പഠിപ്പിച്ച അനേക ഞാൻ ആ സ്കൂളിൽ പഠിപ്പിച്ച അനേക കുഞ്ഞുങ്ങള് MBBS ഡോക്ടറുണ്ട്. ഇപ്പൊ എന്റെ വില്ലേജില് അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന ഒരു MBBS ഡോക്ടർ എന്റെ സ്റ്റുഡന്റ് ആണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിദ്യാഭ്യാസം ഒന്നും അല്ല ദൈവവേലയ്ക്ക് ആധാരമായിരിക്കുന്നത്. കർത്താവ് തരുന്ന കൃപയാണ്, ദൈവം തരുന്ന ഗ്രേസ്. ആ ദൈവം തരുന്ന ആ ദൈവ സാന്നിധ്യം, നമ്മള് 10th ആണോ നമ്മള് 12th ആണോ ഒന്നും അല്ല വിഷയം. ആ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് സഫിഷ്യന്റ് ആണ്. നമ്മുടെ എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിന്റെ ആ അനുഗ്രഹം നമ്മുടെ കൂടെ ആയിരിക്കുന്നെങ്കിൽ അത് ഏറ്റവും മേൽത്തരമാണ്. ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് അപ്പുറമായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബലഹീനതയിൽ ആ ദൈവാനുഗ്രഹം തികഞ്ഞു വരുവാൻ, ആ ബലഹീനതയിൽ ആ കവർ ചെയ്യുവാൻ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് പര്യാപ്തമാണ്. ഞാൻ ആ വില്ലേജിൽ സന്ദർഭങ്ങളിൽ എന്നെ അതിശക്തമായിട്ട് എന്നിൽ ഇടപെട്ട ഒരു ദൈവവചനമായിരുന്നു യിരെമ്യാ പ്രവചനം, അതിന്റെ 15:19. യഹോവ ദൈവം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാല് ഞാൻ നിന്നെ എന്റെ മുമ്പിൽ നിർത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ കൈക്കൊള്ളും. പിന്നെ നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ പോലായിത്തീരും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികയില്ല. ആ ഒരു ദൈവവചനമാണ് 2007 ആ മാനസികമായ പല പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എന്നെ നിലനിർത്തി. ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഞാൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കളായ ചില പോലീസുകാരൊക്കെ ഞാനിങ്ങനെ ഒരു ഭാഷ പറഞ്ഞപ്പോ അവരൊക്കെ എന്നെ ചെറിയ രീതിയിൽ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കാം. മാനസികമായിട്ട് എന്തിനാ ഇവിടെ താമസിക്കുന്നത്, സ്റ്റേഷനാണ്, ഇവിടെ മതം മാറ്റുന്നവർക്കോ പാസ്റ്റർമാർക്കോ താമസിക്കാൻ എന്താണെന്നൊക്കെ എന്നെ കേൾക്കുകയും കേൾക്കാതെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാം. എന്നാല് ദേവനാമത്തിന് വേണ്ടി പറയട്ടെ, ആ പ്രിയപ്പെട്ടവരൊക്കെ എന്നോട് സോറി പറഞ്ഞ് ഞങ്ങൾ എന്തോ രാത്രി സംസാരിച്ച് ബ്രദറിനോട് എന്നോട് ക്ഷമിക്കണം. അപ്പൊ ആ രാത്രിയിലൊക്കെ ഈ ദൈവവചനം എന്നോട് ക്രിയ ചെയ്യുകയും രാത്രിയിലൊക്കെ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ ശക്തിപ്പെടുത്തി. ആഹാരമൊക്കെ ഞാനന്ന് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അതിന് ക്രമീകരണം ഉണ്ടായിരുന്നു. പക്ഷെ ആ ക്രമീകരണം ആഹാരം റൂമിൽ കൊണ്ടുവന്നതിന് ശേഷവും ഈ മാനസിക പ്രയാസം മുഖാന്തരമായിട്ട് ആഹാരമൊന്നും കഴിക്കാത്ത പല രാത്രികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ രാത്രികളൊക്കെയും പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് ബലം നൽകി, കരയുവാൻ ദൈവം എനിക്ക് കണ്ണീര് തന്നു. നല്ല വലിയ ദൈവപ്രവൃത്തികൾ അവസാനം വരെയും ആ പോലീസ് സ്റ്റേഷനകത്ത് ആരും നമ്മളെ കയ്യേറ്റം ചെയ്യാനോ നമുക്ക് എതിരായിട്ട് സംസാരിച്ചവർ പോലും നമ്മളോട് സോറി പറഞ്ഞ് അവരെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനും ആ 7 മാസം അവിടെ ദൈവത്തിന്റെ ഞാൻ അവിടെ ഇറങ്ങിയതിനു ശേഷമാണ് ദൈവത്തിന്റെ വലിയൊരു പ്ലാൻ ആയിരുന്നു, ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നും എന്റെ ബൈബിൾ സ്കൂളിലാണെങ്കിലും എന്റെ 33 പേരോ മറ്റോ ഈ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ കോഴ്സിൽ ഉണ്ടായിരുന്നത്. ഗ്രാജുവേഷൻ ചെയ്യാൻ 6 പേര് മറ്റോ ഉള്ളായിരുന്നു. ഇപ്പൊ ഫീൽഡില് എന്റെ അറിവില് 3 പേരോ മറ്റോ ഇന്ന് ഫീൽഡിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ആമേൻ. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കമാണ്. കർത്താവ് തരുന്ന ഈ ഭാഗ്യം അതൊരു വലിയൊരു സമ്പത്തായി, വലിയൊരു പ്രോജക്റ്റായി ഞാൻ കണ്ടുകൊണ്ട് തുടർന്നും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞ് ഞാനിവിടെ എന്റെ ഈ സാക്ഷ്യങ്ങളെ ഇവിടെ ഞാൻ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നോർത്ത് ഇന്ത്യയിൽ അനേക ഫീൽഡുകൾ ഇന്നും വിളഞ്ഞു കിടക്കുന്നു. വേലക്കാരാണ് ചുരുക്കം. അനേകര് മന്ത്രവാദത്തിലും കൂടോത്രത്തിലും പൈശാചിക ബന്ധനത്തിലും അതുപോലെ മദ്യപാനത്തിന്റെ ബന്ധത്തിലും ഒക്കെ ആയിരിക്കുന്ന അനേക കുടുംബങ്ങൾ, അനേക ഗ്രാമങ്ങളുണ്ട്. ഇന്നും ഞാൻ പ്രവർത്തിക്കുന്ന വില്ലേജിൽ ഏതാണ്ട് 59 വില്ലേജുകളുണ്ട്. എന്റെ ബ്ലോക്കില് 59 വില്ലേജുകളുണ്ട്. 59 വില്ലേജുകളില് ഇന്നും അനേക വില്ലേജുകളിൽ യേശു ആരാണെന്നോ യേശു എന്താണെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത അനേകരുണ്ട്. മലയാളികളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഈ ദൈവവചനം എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ ഇന്നും കർത്താവിന് വേണ്ടി അനേക വയലുകള് തുറന്നു കിടക്കുന്നു. കർത്താവിന്റെ വേലയ്ക്കായി വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ലാംഗ്വേജ് പ്രോബ്ലം അല്ല, സാമ്പത്തികം പ്രോബ്ലം അല്ല,
എവിടെ താമസിക്കുന്നോ എന്തോ കഴിക്കുന്നോ ഒന്നും ഒരു പ്രോബ്ലം അല്ല. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ 20 വർഷക്കാലം എന്നെ പോറ്റി പരിപാലിച്ചു. എനിക്ക് വേണ്ടതെല്ലാം കർത്താവ് തന്നെ ക്രമീകരിച്ചു തന്നു. പിന്നെ ഈ സാക്ഷ്യത്താൽ നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ആരോമ ടിവിയോടുള്ള നന്ദിയെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്റർ എനിക്ക് നൽകിയ ഈ വിലപ്പെട്ട സമയത്തിനായിട്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ഞാൻ ഈ സാക്ഷ്യം വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകും. ആമേൻ. താങ്ക് യു കർത്താൻദാസ് പാസ്റ്റർ ബിജു സി ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമമഹത്വത്തിനുണ്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഛത്തീസ്ഗഡിൽ ആരും പോകുവാൻ ആഗ്രഹിക്കാത്ത ഒരു മേഖലയിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസനെ പ്രത്യേക നിയോഗത്താൽ ആ ദേശത്തേക്ക് അയക്കുകയും അവിടെ ആവശ്യമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ദൈവം അത്ഭുതകരമായി ഒരുക്കുകയും ചെയ്തു. അതായത് കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റി എന്ന് പറഞ്ഞതുപോലെ ഉള്ള ക്രമീകരണങ്ങൾ ആ നക്സലേറ്റുകളുടെ നടുവിൽ കർത്താവ് ഒരുക്കി. അതെത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ്. അവരുടെ കൈകൊണ്ടുള്ള അവരുടെ ആഹാരം, അവരുടെ ഇടയിൽ അവരുടെ ഒരു നടുവിലുള്ള ഒരു വ്യക്തിയായിട്ട് പാർത്തുകൊണ്ട് അവരോട് സുവിശേഷം പറയുവാൻ കർത്താവ് ഒരുക്കിയ ആ നല്ല അവസരങ്ങൾ ഇന്ന് അവരുടെ ഇടയിൽ അവരിലൊരുവനെ പോലെ പാർത്തുകൊണ്ട് അവരോട് കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ദൈവം ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ സൈഡിൽ ഒരു പ്രോപ്പർട്ടി ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി അവിടെ ഒരു ക്രമീകരണം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അസാധാരണമായ കാര്യമാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളെ യഹോവയ്ക്കുള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പക്ഷത്ത് നമുക്ക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊക്കെ നടക്കുമോ, സാധ്യമാണോ? ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിൽ ദൈവവചനപ്രകാരം നിൽക്കുവാൻ നാം തയ്യാറാകുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് കർത്താവ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ചില സന്ദർഭങ്ങളിൽ നാം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ള അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്ന് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. നമ്മുടെ ദൈവം ആമേൻ സംസാരിക്കുന്ന ദൈവമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആമേനെ ചില വിഷയങ്ങൾ നമുക്കെതിരായിട്ട് തീരും. നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ നമുക്കെതിരായിട്ട് തീരും. അതായത് മൊർദെഖായിക്ക് വേണ്ടിയിട്ട് ഹാമാൻ ഒരു കഴുകുമരം ഉണ്ടാക്കി മൊർദെഖായിയെ നശിപ്പിക്കുവാൻ, മൊർദെഖായിയെ മാത്രമല്ല ആ ദേശത്തിൽ തൻ്റെ വംശത്തിലുള്ള അനേകരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള അദ്ദേഹം പ്ലാൻ ചെയ്തു. എന്നാൽ ആർക്കു വേണ്ടി ആ കഴുകുമരം ഉണ്ടാക്കിയോ ആ വ്യക്തിക്ക് തന്നെ അത് തിരിഞ്ഞ് വീഴുവാൻ ഇടയായി തീർന്നു. അതെ, അതിന് കാരണമെന്ന് പറയുന്നത് ആമേൻ ദൈവസന്നിധിയിൽ ആ ജനം ഉപവസിക്കുവാനും മൊർദെഖായി ആ പ്രിയപ്പെട്ടവരെ ജനം ആമേൻ ഉപവസിക്കുവാനും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവം പ്രവർത്തിക്കുന്നത് ചില വിഷയങ്ങളുടെ നടുവിൽ നാം നടുവിൽ നിൽക്കുവാനും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് അനുകൂലമായി കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുവാനിടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സമർപ്പണം, ഡെഡിക്കേഷനാണ് പല വിഷയങ്ങൾക്കും മറുപടിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ദാസനെ ഛത്തീസ്ഗഡിൽ ആ പട്ടണത്തിൽ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ ആ ദേശത്ത് ദൈവം കഴിഞ്ഞ 20 വർഷം നിർത്തിയെങ്കിൽ ഇനിയും ആയുസ്സും ആരോഗ്യ അവസരങ്ങൾ തന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുക, മറ്റനേക പ്രിയപ്പെട്ടവരെ അവിടെയുള്ള ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ദേശത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ തീർച്ചയായിട്ടും ഈ ദേവദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പ്രവർത്തനത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണമേ എന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. ഈ സമയം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങളിൽ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം.
നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ ആരോമ ടിവിയിൽ കൂടി അടിയനും അങ്ങ് ചെയ്ത ഉപകാരങ്ങളും അങ്ങോട്ട് പ്രവൃത്തികളും വർണ്ണിപ്പാൻ കർത്താവ് നല്ല മുഖാന്തരങ്ങൾ ഒരുക്കിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ ദാനിയേൽ പാഷന് അങ്ങ് കൊടുത്തിരിക്കുന്ന നല്ല ദർശനത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവ്, ഈ ശുശ്രൂഷ മുഖാന്തരമായിട്ട് കർത്താവെ അനേകർ കർത്താവിനെ അറിയുവാൻ, വിശ്വാസത്തിൽ ബലപ്പെടുവാൻ, കർത്താവെ ഈ TV ചാനൽ മുഖാന്തരമായിട്ട് കർത്താവെ അങ്ങയുടെ നാമം വീണ്ടും മഹത്വപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമീൻ. കർത്താവെ, സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ അനേകര് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ, ഒരു ചലഞ്ചായി മാറുവാൻ, കർത്താവെ ഒരു മുഖാന്തരമായി തീരുവാൻ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, ആമീൻ, കർത്താവിന്റെ ദാസനായിരിക്കുന്ന ആമീൻ ഈ പ്രോഗ്രാം ആമീൻ, അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിലൊക്കെ അനേകര് സാക്ഷ്യം പറഞ്ഞ ഒരു ചാനലാണല്ലോ കർത്താവെ. ഈ ചാനൽ ദേവതാമോഹത്തിന് വേണ്ടി വീണ്ടും അങ്ങ് ശക്തമായി ഉപയോഗിക്കണമേ. തന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. നിങ്ങളുടെ വേലയിൽ അധികമായി വർദ്ധിച്ചു വരുവാൻ ദൈവം ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു കർത്താവദാസ പാസ്റ്റർ ബിജു സി ജോൺ അവർ എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യ ആരോഗ്യം ദീർഘായുസ്സും തന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. അതുപോലെ തന്നെ aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവ സാക്ഷ്യവും കൂടി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com